നമസ്കാരം. കുറേ നാളുകളായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയമാണ് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അടുക്കുകയാണോ എന്നുള്ളത്. ഗാസയിലെ വിഷയങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധവും അതുപോലെ പല രാജ്യങ്ങളിലുണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങളുമൊക്കെ തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടുവന്ന് എത്തിക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളാകട്ടെ ഇപ്പോഴേ തന്നെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അതിനെടുക്കേണ്ട മുൻകരുതലുകൾ ഇപ്പോഴേ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഫ്രഞ്ച് സർക്കാർ രാജ്യത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഏത് അടിയന്തര സാഹചര്യവും നേടാൻ തയ്യാറായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജർമ്മനിയും ഇത്തരത്തിലുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഫ്രാൻസിൽ ഈ സംഭവിക്കുന്ന കാര്യം ഫ്രഞ്ച് മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഫ്രാൻസിലെ ഭരണാധികാരികൾ ചിന്തിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഏറ്റവും അധികം പരിക്കേറ്റ സൈനികരെ കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ടി വരുന്ന രാജ്യം ഫ്രാൻസ് ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആശുപത്രികളൊക്കെ തന്നെ ഇതിനുവേണ്ടി സജ്ജമാക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. അടുത്ത വർഷം മാർച്ചോടുകൂടി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലോകമഹായുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഫ്രഞ്ച് സർക്കാർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ അവർ എല്ലാവരും തന്നെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ പ്രതിരോധ മേധാവിയും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കുകയും അവർ നിരന്തരമായി മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും പല രാജ്യങ്ങളും കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ്. ഇതിനെ തടയാനെത്തുന്ന രാജ്യങ്ങളും റഷ്യയും ചൈനയും എല്ലാം തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് ഈ ലോകത്തിൻ്റെ തന്നെ ഒരുപക്ഷെ അവസാനത്തിലേക്ക് എത്തിക്കുമെന്നാണ് പലരും കരുതുന്നത്. റഷ്യൻ സൈന്യം ബെലാറസിൽ ഈയിടെ അവരുടെ ഒരു സൈനിക അഭ്യാസ പ്രകടനമൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ റഷ്യ തങ്ങളെ അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യതയില്ല എന്നാണ് ജർമ്മനി കരുതുന്നത്. എങ്കിലും നാറ്റോ സഖ്യരാജ്യങ്ങളെല്ലാം തന്നെ ഇതേക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നാണ് ജർമ്മൻ പ്രതിരോധ മേധാവിയും പറയുന്നത്. എല്ലാ അംഗരാജ്യങ്ങളും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പാലിക്കണം എന്നും ജർമ്മനി ആവശ്യപ്പെട്ടു. കാരണം പുടിൻ ഒരു പ്രവചിക്കാനാവാത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ഏത് സമയത്താണ് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ്. യുക്രൈനുമായുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ് 3 വർഷമായിട്ടും. അതിശക്തമായ തോതിൽ യുക്രൈനിലെ പല കേന്ദ്രങ്ങളെയും റഷ്യ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണവുമായി യുക്രൈനും ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ലോകത്തെ വൻശക്തികൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് ഇതൊരു വലിയ മഹായുദ്ധവുമായി മാറുമോ എന്നുള്ളതാണ്. നാറ്റോ മേധാവി മാർക്ക് റൂട്ടും ഇപ്പോൾ ഇക്കാര്യത്തിൽ തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ചൈന തൈവാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യയും ചില ലാത്വിയൻ രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നും ഇവരെല്ലാവരും തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുമാണ്. അതുകൊണ്ട് എല്ലാ നാറ്റോ സഖ്യരാജ്യങ്ങളും പരമാവധി തയ്യാറെടുപ്പോടുകൂടി തന്നെ ഇരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നാറ്റോ സഖ്യരാജ്യങ്ങളും കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 1 വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട അത്രയും ആയുധങ്ങൾ ഇതിനോടകം തന്നെ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ അല്ലെങ്കിൽ ചൈനയൊക്കെ തന്നെ യുദ്ധത്തിന് വന്നാൽ അവരെ നേരിടാൻ തന്നെയാണ് ഇവരുടെ ഇപ്പോഴേയുള്ള തയ്യാറെടുപ്പ്. മാസങ്ങൾക്ക് മുമ്പാണ് പുടിൻ ഒരു മുന്നറിയിപ്പ് നൽകിയത്, ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുരാജ്യങ്ങൾക്ക് ഈ ആണവായുധങ്ങൾ നൽകിയാൽ ആ നൽകിയ രാജ്യത്തെയും തങ്ങളുടെ ശത്രുരാജ്യമായി കണക്കാക്കുമെന്ന്. സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴേ ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്വീഡനിലെ സർക്കാർ തന്നെയാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്, ഒരു യുദ്ധം വന്നാൽ ഒരു ബോംബാക്രമണം ഉണ്ടായാലൊക്കെ തന്നെ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ലഘുലേഖകൾ പോലും അവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ പുടിൻ പ്രഖ്യാപിച്ചിരുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും തലസ്ഥാനത്തേക്ക് താൻ ആണവ മിസൈൽ ആക്രമണം നടത്തും എന്നായിരുന്നു. ഏതായാലും പിന്നീട് അതിനുശേഷം അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവരെല്ലാവരും ഭയപ്പെടുന്നത് പുടിനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അദ്ദേഹം ചൈനയിലുണ്ട്. ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പുടിനുമൊക്കെയായി നടത്തുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇതൊരു ചർച്ചാ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഫ്രഞ്ച് സർക്കാർ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.